അലീന പോയതിനു ശേഷം ബാലചന്ദ്രൻ മാനസികമായി തകർന്നു പോവാണ്. തന്റെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ തന്നെ അയാൾക്ക് തോന്നുന്നുണ്ട്. ഇത്ര നാളും തനിക്ക് ധൈര്യം പകർന്ന് തന്റെ കുടുംബം നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന തന്റെ സ്വന്തം മകളെന്ന് താൻ വിചാരിച്ച് താൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി ഇന്ന് പോയി കഴിഞ്ഞു. അത് ബാലചന്ദ്രന്റെ മനസ്സിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു കേട്ടോ. മക്കളുടെ മുമ്പിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അതൊട്ടും അംഗീകരിക്കാനാവുന്നതായിരുന്നില്ല. അങ്ങനെ മുറിയിലേക്ക് ചെന്ന ബാലേന്ദ്രൻ പുതിയൊരു ശീലം ആരംഭിക്കുകയാണ്. ആരും കാണാതെ മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഒരു പെഗ് ബാലേന്ദ്രൻ കഴിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലപ്പോഴേക്കും അലീനയുടെ ചിന്തകളാണ് വരുന്നത്. അലീന രോഹിക്ക് വേണ്ടി പോരാടിയതും കൃഷ്ണയും ബബിതയും എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോയതും അതുപോലെ തന്നെ തന്നെ സ്വന്തം അച്ഛനെ പോലെ നോക്കി എല്ലാ കാര്യങ്ങളും തന്നോട് ഷെയർ ചെയ്ത് തന്നെ സ്നേഹിച്ചതും എല്ലാം ഓർക്കാണ്. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അത് കുടിക്കുകയാണ് കേട്ടോ. ഈ സമയം കൃഷ്ണ അച്ഛന് ചായയും കൊണ്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛൻ ആരും കാണാതെ ഇരുന്ന് മദ്യപിക്കുന്നതാണ്. ഇത് കണ്ട് കൃഷ്ണമോള് ആകെപ്പാടെ ഒന്ന് വിറച്ചു പോകുന്നുണ്ട്. കാരണം 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാ. 2 പ്രാവശ്യവും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും ഡോക്ടർ കർശനമായി പറഞ്ഞ കാര്യമായിരുന്നു ഇനി ഒരിക്കലും മദ്യപിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ കൃഷ്ണയ്ക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. അവൾ താഴേക്ക് ഓടിച്ചെല്ലാണ്. ശേഷം ബബിതേനെയും രോഹിത്തിനെയും വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അലീന ചേച്ചി പോയ വിഷമത്തിലായിരിക്കും അച്ഛൻ ഈ ഒരു സ്വഭാവം ഇപ്പോൾ ആരംഭിച്ചത്. എല്ലാം നിർത്തിയതായിരുന്നു അലീന ചേച്ചി വന്നതിന് ശേഷം. പക്ഷെ ഇതാ ഇപ്പൊ കണ്ടില്ലേ വീണ്ടും തുടങ്ങിയേക്കാം. അച്ഛനാണെങ്കിലോ 2 അറ്റാക്ക് കഴിഞ്ഞതാ. എനിക്കാണെങ്കിൽ കാണുമ്പം പേടിയാവുന്നു രോഹിത്തേട്ടാ. ബബിതേച്ചി എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. ഇതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല നമുക്ക് അമ്മയോട് പറഞ്ഞാലോ എന്ന് ബബിത ചോദിക്കുമ്പം കൃഷ്ണ പറയാണ്, കുടം കമിഴ്ത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് യാതൊരു കൂസലും കാണില്ല. അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്നേ അമ്മ പറയുള്ളൂ. അച്ഛൻ എന്ത് സംഭവിച്ചാലും അമ്മയ്ക്ക് യാതൊരു വിഷമവും ഇല്ല. നമുക്ക് അലീന ചേച്ചി വിളിച്ച് പറഞ്ഞാലോ? ചേച്ചി അച്ഛനെ വിളിച്ചോളും. അതാവുമ്പോ ചേച്ചി പറഞ്ഞ അച്ഛൻ കേൾക്കാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു ഐഡിയ എന്നും പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി അലീനേനെ വീഡിയോ കോൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അലീന സ്റ്റാൻലിയുടെ അടുത്ത് ഇരിക്കുകയായിരിക്കും. ഈ സമയത്ത് വീഡിയോ കോൾ വരുന്നത് കണ്ട് അവിടുന്ന് അലീന പതി എഴുന്നേക്കുന്നുണ്ട്. ചേച്ചി ഞങ്ങളാ എന്ന് പറയുമ്പം എന്താ മക്കളെ എനിക്ക് മനസ്സിലായി. ചേച്ചിയോട് എന്തെടുക്ക എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക. എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനിവിടെ ചുമ്മാ ഇരിക്കുക. എന്താ മക്കളെ നിങ്ങൾ കിടക്കാറൊന്നും ആയില്ലേ? സന്ധ്യ ആയതല്ലേ ഉള്ളൂ ചേച്ചി. ഞങ്ങളെ ചായ കുടിക്കുന്ന ടൈമല്ലേ ആയുള്ളൂ. ഓ ശരിയാ, ഇവിടെ ഇരുന്നാലേ നേരെ എന്താ സമയം എന്താ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കേൾക്കാൻ വേണ്ടി ഓരോന്നും പറയാണേ. ശരിക്കും സ്റ്റാൻലി ഒന്ന് കൊള്ളിച്ചാണ് അലീന ഇതൊക്കെ പറയുന്നത്. സ്റ്റാൻലി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ചേച്ചി ഞങ്ങളൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചി ഫ്രീ ആണോ? അതേടാ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. ചേച്ചി അച്ഛൻ വീണ്ടും മദ്യപാനം തുടങ്ങി എന്ന് പറയുമ്പം അയ്യോ അച്ഛനോ? അതെന്താ പറ്റിയത്? എല്ലാം നിർത്തിയതായിരുന്നല്ലോ. എന്നോട് വാക്ക് പറഞ്ഞതാ ഇനി മദ്യപിക്കില്ല എന്ന്. പിന്നെ എന്തിനാ അച്ഛൻ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പം കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ വൈകുന്നേരം ചായയും കൊണ്ട് കയറി പോയതാ ചേച്ചി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ മദ്യപിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആരും കാണാതെ എവിടുന്ന ബോട്ടിൽ കൊണ്ടുവന്നു. ഇപ്പൊ തന്നെ ഒരു പെഗ് കഴിച്ചു. ചേച്ചി പോയതിന്റെ വിഷമം തന്നെയാണെന്നാ തോന്നുന്നത്. മുഖമൊക്കെ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛനത് കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത്. ചേച്ചി പറഞ്ഞാലേ അച്ഛൻ കേൾക്കുള്ളൂ. ചേച്ചി അച്ഛനെ വിളിക്കുക ചേച്ചി. എനിക്ക് പേടിയാവുന്നു. 2 അറ്റാക്ക് കഴിഞ്ഞതല്ലേ. ആ ശരീരത്തിന് ഇനി ഇതൊന്നും താങ്ങില്ല എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. മോള് വിഷമിക്കണ്ട, ഞാൻ വിളിച്ചോളാം അച്ഛനെ. മോള് സമാധാനത്തിൽ കിടക്ക്. ബബിതേ രോഹി ഞങ്ങൾ കൃഷ്ണമോളെ നോയിക്കോണം കേട്ടോ എന്ന് പറയുമ്പം ഞങ്ങൾ നോയിക്കോളാം. അല്ല മേഡം അവിടെ ഇല്ലേ? ഉണ്ട്, അമ്മ മുറി തന്നെയാ. അമ്മയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അമ്മ എപ്പോഴും അതിനകത്ത് അടയിരിക്കുകയല്ലേ. ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മ അതിന് ഇറങ്ങി വരാൻ പോകുന്നില്ല. അച്ഛനതുപോലെ വയ്യെന്ന് പറഞ്ഞാൽ പോലും അമ്മ മൈൻഡ് ചെയ്യത്തില്ലേ ചേച്ചി. ചേച്ചി ഒന്ന് വിളിച്ചു പറ. സാറില്ലടാ നീ വിഷമിക്കണ്ട, ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അലീന കുറച്ചുകൂടെ മാറി നിൽക്കുകയാണ്. ഇതെല്ലാം തന്നെ സ്റ്റാൻലി ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് അലീനോടുള്ള ആ സ്നേഹവും ആ ബഹുമാനവും ആ കരുതലും എല്ലാം തന്നെ സ്റ്റാൻലി നോക്കിക്കാണുകയാണ്. അതുപോലെ തന്നെ ഇത്രയും കാലം മദ്യപിക്കാതിരുന്ന മനുഷ്യൻ അലീന വന്നു എന്നറിഞ്ഞപ്പോൾ ആ മനപ്രയാസം കൊണ്ട് മദ്യവെച്ചു എന്ന് കേൾക്കുമ്പോഴും സ്റ്റാൻലിക്ക് അത് അത്ഭുതമായി തോന്നുകയാണ് കേട്ടോ.
കാരണം 24 മണിക്കൂറും കയ്യിൽ ഗ്ലാസും ഇടത്തെ കയ്യിൽ സിഗരറ്റുമായിരിക്കുന്ന ആളാണ് സ്റ്റാൻലി. ഒരു ദിവസം 2-3 കുപ്പിയാണ് അകത്താക്കാറ്. ആരും ഇന്നവരെ തന്നെ അതിനെ ശിക്ഷിക്കാനോ വിമർശിക്കാനോ തന്നെ അതിനെ ഇതാക്കാനോ ഒന്നും വന്നിട്ടില്ല. ആര് തന്നെ നിയന്ത്രിക്കാൻ വന്നാലും സ്റ്റാൻലി ഒന്നും അംഗീകരിച്ച് കൊടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ഇത് കാണുമ്പം അത്ഭുതം തോന്നുകയാണ്. ബാലേന്ദ്രനെ പോലെ അത്രയും ബിസിനസ്സുകാരനായ അത്രയും വലിയൊരു മനുഷ്യനെ അലീന പറഞ്ഞ് നിയന്ത്രിക്കാന്ന് വെച്ചാൽ അത് അവൾക്ക് വിശ്വസിക്കാവുന്നതിലപ്പുറമായിരുന്നു കേട്ടോ. അങ്ങനെ അലീന മാറിപ്പോയെന്ന് ബാലേന്ദ്രനെ കോൾ ചെയ്യാണ്. കോൾ ചെയ്തോടനെ ചാടി ബാലൻ ഫോൺ എടുക്കുന്നുണ്ട്. മോൾ എന്തെടുക്കാ എന്ന് സ്നേഹത്തോടുള്ള ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അലീനയുടെ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇതെല്ലാം തന്നെ സ്റ്റാൻലി ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛാ ഞാൻ എന്തെടുക്കാനാ, ചുമ്മാ നിൽക്ക, ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അച്ഛാ, ഉണ്ണുക ഉറങ്ങുക അത് തന്നെ പണി, എനിക്കിവിടെ ബോറടിച്ച അച്ഛാ എന്ന് പറയുന്നുണ്ട്. മോളുടെ അച്ഛൻ്റെ അരികിലല്ലേ മോളിപ്പോ, അതുകൊണ്ട് മോൾ എന്തൊക്കെ വന്നാലും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അച്ഛാ. അച്ഛനവിടെ എന്തെടുക്കാ? ഞാൻ ചുമ്മാ ഇരിക്കായിരുന്നു. ചുമ്മാതിരിക്കാണോ? അവിടെ എന്താ കലാപരിപാടി? എന്തോ ഒരു കള്ളത്തിലുണ്ടല്ലോ. അയ്യോ മോളെ, ഒന്നുമില്ല, ഞാൻ വെറുതെ ഇവിടെ ഇരിക്കാം. ആണോ? അച്ഛനെങ്കിൽ ആ മേശപ്പുറമൊക്കെ ഒന്ന് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ മോളെ, ഒന്നുമില്ല, കാണിക്കാനല്ലേ അച്ഛനോട് പറഞ്ഞത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ മേശപ്പുറം വേറെ നിവൃത്തിയില്ലാതെ കാണിക്കാണ്. നോക്കുമ്പോ അതില് ഒരു മദ്യക്കുപ്പിയും ഗ്ലാസ് ഇരിക്കുന്നു. അച്ഛാ, എന്താ അച്ഛാ കാണുന്നത്? അത് പിന്നെ മോളെ, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ. വേണ്ട, ഒന്നും പറയണ്ട. അച്ഛൻ എനിക്ക് വാക്ക് തന്നതല്ലേ ഇനി മദ്യപിക്കില്ല എന്ന്. അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നില്ലേ? 2 തവണ അറ്റാക്ക് കഴിഞ്ഞ ആളാ, ഒരു തവണ സർജറി. ഇതെല്ലാം അറിഞ്ഞിട്ടാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അച്ഛനെ വിശ്വസിച്ച് 4 കുട്ടികളാ ഉള്ളത്. അച്ഛനെന്ന് മറന്നോ? എന്നെയും കൂട്ടി അച്ഛന് 4 മക്കളാ ഉള്ളത്. ഞങ്ങളെ 4 പേരെയും അനാഥരാക്കാനാണോ അച്ഛന്റെ വിചാരം? മോളെ, അത് പിന്നെ നീ പോയ വിഷമം എനിക്ക് താങ്ങാനാവുന്നില്ല. ഞാൻ ആരോട് പറയാനാ? കൃഷ്ണയും ബബിയും രോഹിയൊക്കെ മോള് പോയത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുക. അതിനിടയിലേക്ക് അവരെ എനിക്ക് വിഷമിപ്പിക്കാനാവോ? അതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ ഞാൻ സ്വയമായിട്ട് ആ സങ്കടം അങ്ങ് മാറ്റാം. അച്ഛാ, അവിടുന്ന് നിങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന സങ്കടം എൻ്റെ മനസ്സിനും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് പരസ്പരം 4 പേർ കൂടി ഒരുമിച്ചിരിക്കാമെന്നെങ്കിലും കരുതാം. ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാ. അപ്പോൾ ഞാനൊരു ദിവസം എത്ര കുപ്പി കുടിക്കണോ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. മോളെ, അത് പിന്നെ വേണ്ട, ഒന്നും പറയണ്ട. ഇതിനാണെങ്കിൽ ഞാനിനി വിളിക്കത്തുമില്ല, ഒരിക്കൽ പോലും നമ്മളെ കാണത്തുമില്ല. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. ഞാനിതിപ്പോൾ തന്നെ കളഞ്ഞേക്കാം. എങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കളാം. പിന്നെ ഒരു കാര്യം, എന്റെ തലത്തോട്ട് സത്യം ചെയ്, ഇനി ഒരിക്കലും മദ്യം കഴിക്കില്ല എന്ന് എനിക്ക് സത്യം ചെയ്യണം. സത്യമായിട്ട് ഞാൻ കഴിക്കില്ല. പോരാ, എന്റെ തലത്തൊട്ടൊരു സത്യം ചെയ്യണം എന്ന് പറയുമ്പോൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഫോണിൽ കൂടെ തന്നെ ദാ തല ഇങ്ങോട്ട് കാണിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കൈ നീട്ടി പിടിച്ചുകൊണ്ട് എൻ്റെ മോളാണ് സത്യം, ഇനി ഞാൻ കുടിക്കില്ല കേട്ടോ എന്ന് പറയുമ്പം ശരി അച്ഛാ എന്ന് പറയാണ്. നീ ഇത് പറയാൻ മാത്രം വിളിച്ചാണോ? അതെ, എനിക്ക് തോന്നിയിരുന്നു. ആരോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞല്ലേ? ആരാ വിളിച്ചു പറഞ്ഞേ? കൃഷ്ണയോ ബബിയോ രോഹിയോ? ആരാണേലും സാരമില്ല, അച്ഛനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അവരെന്നെ വിളിച്ച് പറഞ്ഞത്. ഇനി മേലാൽ മതിയെ കൈകൊണ്ട് തൊട്ടു പോകരുത് പറഞ്ഞേക്കാം എന്ന് പറയുമ്പം അയ്യോ ഇല്ല സാറേ, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ചാൽ മതി, അതൊക്കെ ഞാൻ വിളിച്ചോളാം. സമയം കണ്ടോ അച്ഛാ? അച്ഛൻ പോയി കുട്ടികളെടുത്തിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇന്നത്തെ കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവരടുത്ത് നല്ല കമ്പനിയായിട്ടിരിക്കണം. എപ്പോഴും സുഹൃത്തുക്കളെ പോലെ വേണം അച്ഛനും മക്കളും ഇരിക്കാനായിട്ട്. എങ്കിലേ അവരുടെ മനസ്സിലെ പകുതി ഭാരം കുറയുള്ളൂ, അവരുടെ മനസ്സിൽ കള്ളമില്ലാതാവുള്ളൂ. അതുപോലെ തന്നെ അത്താഴ സമയമാകുമ്പം അച്ഛനും കൂടി അവരെ ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെ മുൻപോട്ട് പോയോ അതുപോലെ തന്നെ പോകണം. എങ്കിൽ മാത്രമേ രോഹിയും ബബിയൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കുള്ളൂ എന്ന് പറയാണ്. നീ പോയത് പിന്നെ അവർ നീ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട്. അവരതിലൊന്നും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല മോളെ. എല്ലാ പണിയും അവർ 3 പേരും കൂടിയാ ചെയ്യുന്നത്. രോഹിയാണെങ്കിൽ പോലും താനൊരാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാറ് കൂടിയില്ല. സഹോദരങ്ങളുടെ എല്ലാ ജോലികളും അവന് സഹായിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ സന്ധ്യയാകുമ്പോൾ എല്ലാവരും വന്ന് ചായ കുടിക്കാൻ ഒരുമിച്ചിരിക്കും, വർത്താനം പറയും, അന്നത്തെ വിശേഷങ്ങൾ പറയും. അങ്ങനെ എല്ലാവരും കൂടി നല്ല ജോളിയാ, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് നീയില്ലാത്തൊരു വിഷമം എപ്പോഴും പറയാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ.
അത് സാരമില്ലച്ചാ, അതൊക്കെ മാറിക്കോളും പതിയെ പതിയെ. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നടക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും, എൻ്റെ അച്ഛൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ മേഡത്തിൻ്റെയൊക്കെ അടുത്ത് എന്ന് പറയാണ്. അതിന് മാത്രം ഒരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അലീന. ഞാൻ പറഞ്ഞല്ലോ, അവളോടൊരിക്കലും സത്യങ്ങൾ ഞാൻ തുറന്നു പറയില്ല. അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ അവളും ബാക്കിയുള്ള മക്കളും സത്യങ്ങൾ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാനുള്ള ഡിവോഴ്സ് ചെയ്യും എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഈ ഒരു തീരുമാനത്തിന് ഒരു മാറ്റം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക അച്ഛാ അങ്ങോട്ടേക്ക് വരാനായിട്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അച്ഛൻ തീരുമാനം മാറ്റിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്, എന്നാൽ ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കട്ടാക്കാണ്. അലീന പറഞ്ഞ കാര്യത്തെപ്പറ്റി ബാലേന്ദ്രൻ ആലോചിക്കുന്നുണ്ട്. സ്വന്തം അമ്മയാണ് തിരിച്ചറിഞ്ഞ് സഹോദരങ്ങളോടത് പറഞ്ഞ് അലീനനെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ അലീനനെ അങ്ങോട്ടേക്ക് തിരിച്ചു വരുള്ളൂ എന്നാണ് അലീന പറഞ്ഞതിൻ്റെ അർത്ഥം. അതേസമയം വൈജിയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ, അവൾ സത്യങ്ങൾ അറിഞ്ഞാൽ അതേ നിമിഷം തന്നെ താൻ എല്ലാം ഉപേക്ഷിച്ച് അവളെയും ഉപേക്ഷിച്ച് ഡിവോഴ്സ് ചെയ്യും എന്ന് ബാലേന്ദ്രനും തീരുമാനിച്ചിരിക്കുകയാണ്. ബാലേന്ദ്രന് അതുകൊണ്ട് തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാണ്. തനിക്ക് എന്തെങ്കിലും അലീന തൻ്റെ കൂടെ തന്നെ വേണം. ഒരിക്കലും അവളെ വിട്ടുകളയാൻ തനിക്ക് താല്പര്യമില്ല. അലീന ഇന്നും തൻ്റെ കൂടെയുള്ളതാണ് തനിക്ക് സന്തോഷം. പക്ഷേ വൈജന മുമ്പിൽ തോക്കാൻ ആത്മാഭിമാനം ഇല്ലാത്തവനായി ജീവിക്കാൻ തന്നെ കൊണ്ടാവില്ല. അവളെപ്പോലെ ഒരു അഹങ്കാരുടെ മുമ്പിൽ ഒരു ഒന്നും കൊള്ളത്തില്ലാത്തവനായിട്ട്, ഒരു നട്ടലില്ലാത്തവനായിട്ട് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. സത്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയതിന് ശേഷവും അവളെ ഒരു ഭാര്യയെ അംഗീകരിക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല എന്നൊക്കെ ബാലേന്ദ്രൻ മനസ്സിൽ കരുതുന്നുണ്ട്. അലീന ഫോൺ വിളിച്ചതിന് ശേഷം സ്റ്റാലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സ്റ്റാലി കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് വൈജയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ. സത്യങ്ങൾ അറിഞ്ഞാൽ ഒരു സൈഡില് ബാലേന്ദ്രൻ അവളെ ഉപേക്ഷിക്കും. എന്നാൽ സത്യങ്ങളെല്ലാം അറിയിച്ച് താൻ മകളാണെന്ന് അംഗീകരിച്ചാൽ മാത്രമേ താൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുള്ളൂ എന്നുള്ള വാശിയിൽ അലീനയും. എന്നാൽ തനിക്കൊരിക്കലും അലീനയെ വിട്ടുകളയാനാവില്ല എന്നും സ്റ്റാലിൻ കരുതുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു കൊച്ചു പെണ്ണ് ബാലേന്ദ്രനെ വരെ വരച്ചു വരൽ നിർത്താണ്. അവൾ പറഞ്ഞുകൊണ്ട് തന്നെ അത്രയും മദ്യം കുപ്പി അയാൾ ഒഴിച്ചു കളഞ്ഞു. അപ്പോൾ ഇവളോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും എന്തുമാത്രം കാണും എന്നിങ്ങനെ സ്റ്റാൻലി ഓർക്കുകയാണ് കേട്ടോ. അവിടെ വന്നിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആൻ്റപ്പൻ ചായയുമായി വരുന്നുണ്ട്. ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ സ്നാക്സുമായി പൗലോസും വരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അലീനയോട് സ്റ്റാൻലി ചോദിക്കാണ്, അല്ല ഈ ബാലേന്ദ്രൻ ആളെങ്ങനാ? സ്വന്തം ഭാര്യ അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ് നീയെന്ന് അറിഞ്ഞല്ലോ, എന്നിട്ടും തന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടോ അയാൾക്ക്? അപ്പോൾ അലീന പറയാണ്, അതാണ് അച്ഛൻ. ശരിക്കും ഒരു അച്ഛനെ ഞാൻ കണ്ടത് ആദ്യമായിട്ടാ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അച്ഛനെന്ന് വിളിച്ചതും അദ്ദേഹത്തെയാ. അദ്ദേഹത്തെ പോലെ നല്ലൊരു മനുഷ്യനെ ഒരിടത്തും നമുക്ക് കിട്ടില്ല. അത്രയ്ക്ക് സ്നേഹനിധിയായ ഒരു അച്ഛനാ. സ്വന്തം മക്കളെയും കുടുംബത്തെയും അതുപോലെ സ്നേഹിച്ചതാ. പക്ഷേ മേഡം തന്നെ ചതിക്കുകയായിരുന്നു. 23 വർഷം താനൊരു പൊട്ടനെ പോലെ ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആ പാവം ചങ്ക് തകർന്നു പോയി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ കുടുംബത്തിൽ ഒരുപാട് ഭിന്നതകൾ വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഞാനാ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് അതെല്ലാം നേരെയാക്കിയത്. 2 തവണ പാവത്തിന് അറ്റാക്ക് വന്നതാ. ഒരു തവണ സ്വന്തം ഭാര്യ ചതിച്ചെന്ന് അറിഞ്ഞപ്പോൾ, 2ാമത്തെ തവണ തൻ്റെ മകൻ്റെ ദുശീലം കൊണ്ട്. 2 തവണയും അച്ഛനെ ഞാൻ രക്ഷപ്പെടുത്തി അച്ഛനെ ശുശ്രൂഷിച്ചത്. അതിൻ്റെ ഒരു സ്നേഹവും കടപ്പാടുമാണ് അച്ഛൻ ഇപ്പോഴും എന്നോടുള്ളത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പോലും അദ്ദേഹത്തെ കണ്ടതിൽ പിന്നെയാ. ജീവിതകാലം മുഴുവനും ആ അച്ഛനോട് ജീവിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ പെറ്റ തള്ളയ്ക്ക് അറിയില്ലല്ലോ ഞാൻ അവര് പ്രസവിച്ച മകളാണെന്ന്. അതുകൊണ്ടാ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ. ആ അച്ഛനെയും എന്നെയും വരെ ചേർത്ത് ആ മേഡം ഓരോന്ന് പറഞ്ഞു പരത്തി കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ആരും തന്നെക്കുറിച്ച് അനാവശ്യം പറയാതിരിക്കാനാ എൻ്റെ അച്ഛൻ ഞാൻ മകളാണെന്ന് എല്ലാവരോടും പറഞ്ഞത്. വരാൻ നേരം ഞാൻ മക്കളോടും ബാക്കി എല്ലാവരും അറിയിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളല്ല എന്ന്. അദ്ദേഹത്തിന് വലിയ വിഷമമായിരുന്നു. പക്ഷേ എങ്കിലും പറഞ്ഞില്ലേ പറ്റുള്ളൂ. അച്ഛനൊരു കുറ്റം ചെയ്യാതെ അച്ഛനൊരു കുറ്റക്കാരനെ പോലെ ആ വിഴിപ്പും ചുമന്നുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ സത്യങ്ങൾ പറഞ്ഞു. പക്ഷെ അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം മകളാണെന്ന് എല്ലാവരോടും പറയുന്നതായിരുന്നു അച്ഛനിഷ്ടം. ഞാൻ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളാണ് എന്ന് മറ്റു പലരും എന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ട് അച്ഛനത് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല.
അച്ഛൻ എപ്പോഴും എന്നോട് പറയായിരുന്നു, നീ എൻ്റെ സ്വന്തം മകളാണെന്ന്. എനിക്ക് വേണ്ടി അച്ഛൻ എല്ലാം ചെയ്തു തരും. ആ വീട്ടിലെ സർവ്വ അധികാരവും അച്ഛൻ എനിക്കാ നൽകിയത്. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛൻ പൊന്നുപോലെ കേൾക്കും. അത്രയും സ്നേഹമുള്ള അച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അലീന വാതോരാതെ അയാളെക്കുറിച്ച് പറഞ്ഞത് കേട്ട് സ്റ്റാലിക്ക് ചെറിയൊരു അസൂയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴും ഒരു കയ്യിൽ ഗ്ലാസും മറ്റേ കയ്യിൽ സിഗരറ്റുമായിട്ട് അയാൾ മദ്യം ഒന്ന് സിപ്പ് ചെയ്യും, പിന്നെ സിഗരറ്റൊന്ന് വലിക്കും. അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അലീന കുറച്ചുകൂടി മാറിപ്പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. പൗലോസ് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ആ ചായ വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റാൻലി മടക്കി അയക്കുന്നുണ്ട്. അലീന പറയാണ്, അതുകൂടി ഇങ്ങോട്ടേക്ക് തന്നേക്ക്, അല്ലെങ്കിൽ അതിപ്പോൾ കൊണ്ട് ഊറ്റിക്കളയില്ലേ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയാണ്, നീ എന്തൊരു ആവശ്യത്തെ കാര്യമൊക്കെ ആലോചിക്കുന്നത്? അത് വേണമെങ്കിൽ അവർ ആരും കുടിച്ചോളും, അല്ലെങ്കിൽ കളഞ്ഞോളും. അതിനിപ്പോൾ കണക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? അലീന പറയാണ്, അങ്ങനെ ഇപ്പോൾ കളയണ്ട. ഒരു ഗ്ലാസ് ചായക്ക് പുറത്തു പോയാൽ 20 രൂപ വിലയാ. ആ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ഞങ്ങളൊക്കെ ഒരുപാട് അനാഥാലയത്തിൽ കിടന്ന് കൊതിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കളയണ്ടെന്നും പറഞ്ഞ് പൗലോയുടെ കയ്യിൽ നിന്നും അത് മേടിച്ചു വെക്കുകയാണ് കേട്ടോ. പൗലോസ് പോയി കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി ചോദിക്കാണ്, നീ എന്തിനാ എപ്പോഴും ഈ അനാഥാലയത്തിൽ കിടന്ന കാര്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞത്? അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ കണക്കൊന്നും നോക്കാറില്ല. ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ഇങ്ങനെ എച്ചിത്തരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ കൊട്ടാരം മട്ടത്തിൽ ഔതുക്കുട്ടിയുടെ മകൻ കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാ. അതുകൊണ്ട് ആ ഒരു ഗൗരവവും ആ ഒരു അന്തസ്സൊക്കെ നിനക്ക് വേണം. അല്ലാതെ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി അടിയുണ്ടാക്കുകയല്ല വേണ്ടത്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഇതിന്റെ വില എന്താണെന്ന് എനിക്ക് അറിയുള്ളൂ. ഇതുപോലെ ആർഭാടമായിട്ട് ജീവിച്ച് നിങ്ങൾക്കൊന്നും അതിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ 2 ഗ്ലാസ് ചായയുമായിട്ട് അലീന പുറത്തേക്ക് ഇറങ്ങി നടക്കാണ്. പ്രാവിന്റെ കൂടിന്റെ അരയിലൂടെ നടന്ന് അവൾ ചായ കുടിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ചായ കുടിച്ച കപ്പ് മാറ്റിയതിനു ശേഷം അടുത്ത ഗ്ലാസ്സിലെ ചായയുമായിട്ട് നായക്കുട്ടികളുടെ ആ ഒരു കൂടാരത്തിനരികിലായിട്ടൊക്കെ പോകുന്നുണ്ട്. എല്ലാ നായ്ക്കളോടും സംസാരിച്ച് ആ ചായ അവൾ കുടിക്കുന്നത് സ്റ്റാൻലി നോക്കി നിൽക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിക്ക് അത് കാണുമ്പോൾ അവളുടെ ദേഷ്യവും സ്നേഹവും എല്ലാം തോന്നുന്നുണ്ട്. താനിങ്ങനെ പറയുമ്പോൾ തന്നോട് എതിർത്ത് സംസാരിക്കുന്ന ഒരാൾ ആദ്യമായിട്ടാണ് സ്റ്റാൻലി കാണുന്നത്. ഇന്നവരെ തന്നോട് ആരും എതിർത്ത് സംസാരിച്ചിട്ടില്ല, ആരും ദേഷ്യപ്പെട്ടിട്ടില്ല, ആരും ഉപദേശിക്കാനും വന്നിട്ടില്ല. പക്ഷെ ആദ്യമായി തന്റെ മകൾ തന്നോട് അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്റ്റാൻലിക്ക് ഒന്നും അംഗീകരിക്കാനാവുന്നില്ല കേട്ടോ. തന്റെ അമ്മ ചിന്നമ്മയുടെ അതേ ഷേപ്പാണ് അലീനയ്ക്ക്. അവളുടെ ഓരോ പ്രകടനങ്ങളും ഓരോ രൂപവും ഓരോ ചിരി സഹിതം കാണുമ്പോഴും സ്വന്തം അമ്മേനെയാണ് സ്റ്റാൻലിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അങ്ങനെ രാത്രിയില് അലീന ഉറങ്ങാൻ കിടക്കാണ്. ആ സമയത്ത് അച്ഛനെയും മക്കളെയും എല്ലാരെയും ഫോൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വൈജയ്ക്ക് ഒട്ടും സഹിക്കാനാവുന്നില്ല. അവള് മുറിയിൽ കയറി ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇവളെന്തിനാ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? വീഡിയോ കോൾ ചെയ്ത് ഇവരെയൊക്കെ വിളിക്കാൻ ഇവൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? എവിടുന്ന് വലിഞ്ഞു കയറി വന്ന ഒരു വേലക്കാരി, ഒരു അനാഥ. എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? എന്റെ ഭർത്താവിനെ മക്കളെയെല്ലാം അവൾ വശീകരിച്ച് വെച്ചിരിക്കാം. എങ്ങനെയെങ്കിലും അവളെ ആയിട്ടുള്ള ബന്ധം ഇവർക്ക് ഇല്ലാതാക്കണം എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്നുണ്ട് കേട്ടോ. രാത്രിയില് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ബാലേന്ദ്രൻ മുറിയിൽ പോയി കിടക്കാണ്. കൃഷ്ണമോള് പോയിട്ട് അച്ഛനുള്ള ഗുളികയും മരുന്നും എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ ചോദിക്കാണ്, അല്ലടി കള്ളി, നീയാണോ വിളിച്ച് അലീനോട് പറഞ്ഞത് ഞാൻ മദ്യപിക്കുന്ന കാര്യം? അതെ, ഞാൻ തന്നെയാ. ഞാൻ ചായ ആയിട്ട് വന്നപ്പോ അച്ഛനോട് ഇരുന്ന് നല്ല മദ്യപാനം. അച്ഛന് 2 അറ്റാക്ക് വന്നതല്ലേ, ഇത്രയും ഗുളിക കഴിക്കുന്നതല്ലേ, മദ്യപിക്കാൻ പാടില്ലെന്ന് അച്ഛൻ അറിയാവുന്നതല്ലേ. എന്നിട്ടും അച്ഛന് ഒന്നും ഓർക്കാതിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക കണ്ടപ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ നേരെ അലീന ചേച്ചിയെ വിളിച്ച് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, ഭവതേച്ചിയും രോഹിതേട്ടനും എല്ലാം ഉണ്ടായിരുന്നു. ചേച്ചി വിളിച്ച് പറഞ്ഞ പാടെ അച്ഛനെല്ലാം അനുസരിച്ചല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ കുടുംബം ഇപ്പൊ ഈ നിലയിൽ നിൽക്കുന്നതിന് കാരണക്കാരി നമ്മുടെ അലീനയാ. അവള് പറഞ്ഞ കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? നിങ്ങളുടെ എല്ലാം മൂത്ത ചേച്ചിയെ പോലെയാ എനിക്ക് അലീന എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, അതല്ലേ അച്ഛാ സത്യം. അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് വൈജയാണെങ്കിൽ ഇവരുടെ സംസാരമൊക്കെ എന്താണെന്ന് അറിയാൻ ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് ആ വാതിക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കൃഷ്ണയോട്,
നീ മാത്രമേ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളൂ. മറ്റാരും അതൊന്നും അറിയണ്ട. അലീനയ്ക്കാണെങ്കിലോ ഇപ്പൊ വാശിയാ. എങ്ങനെയെങ്കിലും അമ്മ സത്യങ്ങളെല്ലാം അറിയണം. വൈജി പ്രസവിച്ച മകളാണ് അലീന എന്ന് പറഞ്ഞാൽ മാത്രമേ അവൾ തിരികെ വരുവുള്ളെന്നാ അവൾ എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുന്ന പുറത്തേക്കുന്ന വൈജ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോ കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛനത് അമ്മയോട് പറഞ്ഞൂടെ? അതോടുകൂടി എല്ലാ പ്രശ്നവും അവസാനിക്കില്ലേ? അമ്മയാണെങ്കിലോ ചേച്ചി സ്നേഹിക്കും. ഇവിടെ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാലോ അച്ഛാ. അച്ഛന്റെ പിടിവാശി കൊണ്ടല്ലേ പറയാത്തത്. അപ്പോ ബാലൻ പറയുന്നുണ്ട്, നീ എന്ത് വർത്താനാ പറയുന്നത്? അങ്ങനെ എങ്ങാനും പറഞ്ഞാലേ പിന്നെ ഞാൻ ജീവിച്ചതിന്റെ കാര്യമുണ്ടോ? എനിക്കില്ലേ മോളെ ആത്മാഭിമാനം. കഴിഞ്ഞ 23 കൊല്ലമായിട്ട് അവളും അവളുടെ വീട്ടുകാരും ചേർന്ന് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ ഒരു ഇതും ചെയ്യാതെ ഞാനങ്ങനെ വിട്ടുകൊടുത്താ ഞാൻ വെറും പൊട്ടനായി പോയില്ലേ? ഒരു ആണത്തം ഇല്ലാത്തവനായി പോയില്ലേ മോളെ എന്നൊക്കെ പറയാണ്. ശരി ശരി, അച്ഛൻ എന്തായാലും അതൊന്നും ഓർത്ത് ബേജാറാവണ്ട. അച്ഛൻതാ ഈ മരുന്നെല്ലാം കൂടെ കഴിച്ചേ, എന്നിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നോക്ക്. അല്ല ചേച്ചിയെ, എന്നെ ഏൽപ്പിച്ചേക്കുന്ന അച്ഛൻ്റെ എല്ലാ ഹെൽത്തി കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ വേണം എല്ലാം കൃത്യമായി ചെയ്യാൻ. അവളൊരു ഹോം നേഴ്സ് വന്നേക്കുന്നു, പോടിയെന്ന് എന്നും പറഞ്ഞിട്ട് ബാലൻ കൃഷ്ണനെ ഓടിച്ചിടുന്നുണ്ട്. കൃഷ്ണ ചിരിച്ചുകൊണ്ട് അവിടുന്ന് താഴേക്ക് പോവാണേ. വൈജ നിൽക്കുന്നത് അവളെ കാണുന്നില്ല. വൈജ മുറിയിലേക്ക് കയറി ബാലനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ ഒന്ന് ഷോക്കാവാണ് കേട്ടോ. അങ്ങോട്ടേക്ക് കൃഷ്ണ ഇറങ്ങി പോയതല്ലേ ഉള്ളൂ. ആ സെക്കൻഡിൽ തന്നെ ഇവളെ കയറണമെങ്കിൽ ഇവിടെ തന്നെ കാണുമായിരിക്കും. വൈ ചോദിക്കാണ്, ഞാൻ പ്രസവിച്ച എന്റെ മകളാണോ അലീന? നിങ്ങൾ കൃഷ്ണയോട് പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോ ബാലൻ പറയുന്നുണ്ട്, അതെ, നീ പ്രസവിച്ച നിന്റെ മകൾ തന്നെ അലീന. എന്താ അതിലിപ്പോ എന്താ നിനക്ക് സംശയം? സംശയം ഒന്നും വേണ്ട, നീ പ്രസവിച്ച മകൾ തന്നെയാ. എല്ലാരും കൂടി അപ്പൊ എന്നെ പറ്റിക്കായിരുന്നോ? അങ്ങനെ എൻ്റെ മകൾ മരിച്ചു പോയെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതൊന്നും സത്യമല്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയാണ്, അത് നീ ചോദിക്കേണ്ടത് എന്നോടല്ല, നിന്റെ തന്തയോടും നിന്റെ ആങ്ങളമാരോടുമാ. പിന്നെ ഞാൻ കൃഷ്ണയോടും അലീനയോടും എല്ലാവരുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. നീ എന്നാണോ സത്യങ്ങളായിരുന്നത് അന്ന് തന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നു. അപ്പോൾ വൈജ പറയാണ്, നിങ്ങൾ ഡിവോഴ്സ് ചെയ്താലും എനിക്കൊന്നുമില്ല, നിങ്ങളോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ അലീന എൻ്റെ മകളാണല്ലേ, അവള് കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. അവക്കത് ആദ്യമേ പറയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പം ബാലു ചോദിക്കാണ്, മകളാന്ന് അറിഞ്ഞിട്ട് കൂടി നിനക്ക് യാതൊരു ഇഷ്ടവും അവളോട് തോന്നില്ലേ? ഇല്ല, എനിക്കവളോട് യാതൊരു ഇഷ്ടവും തോന്നില്ല. അവളിപ്പോൾ എതിലേ പോയിരിക്കുകയല്ലേ, ആ വഴി പോയാൽ മതി, എനിക്കവളെ കാണുമെന്ന് കൂടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലിനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോയാലും ഞാൻ സമ്മതിക്കില്ല. 23 വർഷം മുമ്പ് നടന്നൊരു കാര്യമല്ലേ, അതും പറഞ്ഞ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോണില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളും താഴേക്ക് ഇറങ്ങിപ്പോവാണ്. ഇതെല്ലാം കൂടെ കേട്ട് ബാലേന്ദ്രന് ആകെപ്പാടെ മനപ്രയാസം ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ അയാൾ നെഞ്ചും പൊത്തി പിടിച്ചുകൊണ്ട് താഴേന്ന് കൃഷ്ണമോളെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ താഴെ ആയതുകൊണ്ടും ബാലേന്ദ്രൻ മുകളിൽ നിലയായതുകൊണ്ടും തന്നെ ആരും തന്നെ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനും അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഡോറിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൃഷ്ണയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും റൂം അടിച്ചകത്ത് കയറിയത് കൊണ്ട് തന്നെ അയാൾക്ക് ആരും വിളിച്ചിട്ടും ആരും സഹായമൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ അവിടുന്ന് സ്റ്റെയർ ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് സ്റ്റെയറിൽ നിന്നും തടുക്കി വീഴുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അങ്ങനെ സ്റ്റെയറിൽ കൂടി ഉരുണ്ടുരുണ്ട് താഴേക്ക് വന്ന് വീഴാണ്. കൃഷ്ണമോളെ എന്ന് വിളിക്കുമ്പോഴേക്കും ഡോറ് തുറന്ന് കൃഷ്ണ ഇറങ്ങി വരുന്നുണ്ട്. അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ബാലേന്ദ്രനെ കോരിയെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്നായിരിക്കും അലീന അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. ഈ കണ്ടതൊക്കെ അലീന കണ്ട വേറെ സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ. കൃഷ്ണമോളെ ഗുളിക കൊണ്ട് കൊടുക്കുന്നത് തൊട്ടുള്ള നമ്മുടെ വൈജ കേൾക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അലീന സ്വപ്നം കണ്ടതായിരുന്നു. സത്യമെല്ലാം അറിഞ്ഞിട്ട് വൈജയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അതുപോലെ തന്നെ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടാകുന്ന ബാലേന്ദ്രൻ കുഴഞ്ഞു വീഴുന്ന പോലെയാണ് അലീന സ്വപ്നം കണ്ടത്. ഇത് കണ്ടപാടെ അലീനയ്ക്ക് വല്ലാത്ത വിഷമവും ടെൻഷനും പേടിയും ഒക്കെ ആയിട്ടോ. പെട്ടെന്ന് ഫോൺ എടുത്ത് അവൾ ബാലേന്ദ്രനെ കോൾ ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രൻ ഈ സമയത്ത് നല്ല ഉറക്കമായിരിക്കും കേട്ടോ. ഫോൺ ചാടി എടുക്കാണ്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെന്താ ഈ രാത്രിക്ക് വിളിച്ചത്? അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം, ഞാൻ നല്ല ഉറക്കത്തിലാ. കൃഷ്ണമോൾ വന്ന് ഗുളിയൊക്കെ തന്നിട്ട് പോയി. അതിനുശേഷം ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. എന്താ മോളെ, എന്താ കാര്യം? ഒന്നുമില്ലച്ചാ. എന്താ മോളെ കാര്യം പറ.
അല്ല, അച്ഛന് വീണ്ടും അസുഖം വന്നപോലൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. അത് കണ്ട് ഞാൻ പേടിച്ചാ ഉറക്കത്തിൽ ഉണർന്നത് അച്ഛാ. അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ മോൾ അവിടെ സുഖമായിട്ടിരിക്കുന്നതെന്ന് കേട്ടാൽ മാത്രം മതി. എന്നാ ശരി അച്ഛാ, അച്ഛൻ ഉറങ്ങിക്കോ. ഒരു സമാധാനത്തോണ്ട് ഞാൻ വിളിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കട്ടാക്കാണ് കേട്ടോ. ബാലേന്ദ്രന് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. തന്നെക്കുറിച്ച് ഓർത്ത് അലീന ബോധേഡാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ രാത്രിയിൽ തന്നെക്കുറിച്ച് ഒരു സ്വപ്നം കണ്ട് അവൾ കോൾ ചെയ്തല്ലോ. അത് കേൾക്കുമ്പം അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അലീന തൻ്റെ മുറി തുറന്ന് ആ വരാന്തയിലൂടെ നടക്കാം കേട്ടോ. രാത്രി സമയം 12 മണിയെങ്കിലും ആയിട്ടുണ്ട്. അങ്ങനെ അവള് ആ മുറിക്കകത്തൂടെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അവക്ക് ഒരു സമാധാനം ഇല്ല, ഉറക്കവും വരുന്നില്ല. അവളുടെ കാലൊച്ച കേട്ടുകൊണ്ട് സ്റ്റാൻലി അങ്ങോട്ടേക്ക് ഇറങ്ങി വരാണ് കേട്ടോ. സ്റ്റാൻലി ഉറങ്ങിയിട്ടില്ല. അപ്പോഴും അയാള് മദ്യപാനത്തിലാണ്. നീ എന്താ ഈ രാത്രിയില് ഇതിലേക്കൂടെ നടക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? സമയം രാത്രി 12 മണിയായല്ലോ. അല്ല, പപ്പ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങുന്ന സമയം ആവുന്നതേ ഉള്ളൂ. അല്ല, ഈ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വേറെയും പലരും ഉള്ളതാ. അത് പിന്നെ അവരെല്ലാം പുറത്തല്ലേ കിടക്കുക, ഞാനും പപ്പയല്ലേ ഉള്ളൂ ഈ അകത്ത് എന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയായിരിക്കും. എങ്കിലും രാത്രി പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല. മര്യാദയ്ക്ക് മുറി പോയി കയറ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പോയിക്കോളാം പപ്പ. ഞാനൊരു സ്വപ്നം കണ്ടു. പേടിച്ച് ഞെട്ടി ഉണർന്നതാ. എന്തായിരുന്നു സ്വപ്നം? അത് പിന്നെ അവിടെ പാലായിലെ എൻ്റെ അച്ഛനില്ലേ, അച്ഛന് അറ്റാക്ക് വരുന്ന പോലെയാ ഞാൻ സ്വപ്നം കണ്ടത്. 2 അറ്റാക്ക് കഴിഞ്ഞതാ. ഇനി ഒരു അറ്റാക്ക് കൂടി ആ ഹൃദയം താങ്ങില്ല. അത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ അച്ഛനെ വിളിച്ച് ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. എനിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല. അച്ഛനെ ഒന്ന് കാണാൻ തന്നെ തോന്നാ. അതിന് നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരാഴ്ചയല്ലേ ആവുന്നുള്ളൂ. അതിനു മുമ്പേ അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് പോയാൽ എന്തു ചെയ്യും? അത് മാത്രമല്ല, അയാൾ നിന്റെ രക്തബന്ധമൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഇത്രയധികം സ്നേഹിക്കുന്നത്? രക്തബന്ധം ആവണമെന്നില്ല അച്ഛാ ഒരാളെ സ്നേഹിക്കാനായിട്ട്. അച്ഛൻ എൻ്റെ ജീവനാ. ഞാൻ ആദ്യമായി അച്ഛൻ വിളിച്ചത് അദ്ദേഹത്തെയാ. ഒരിക്കലും ആ ഒരു സ്നേഹം മറ്റെവിടുന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരച്ഛൻ്റെ സ്നേഹം എന്നെ ബ്രിജിത്താമ്മയും രേവതിക്കുട്ടിയൊക്കെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചപ്പോഴാ, എന്നെ ചേർത്ത് പിടിച്ചപ്പോഴാ. അതിൻ്റെ ആഴവും വ്യാപ്തിയും ആ സ്നേഹത്തിൻ്റെ പൊരുളും എന്താണെന്നൊന്നും പപ്പയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വന്തം മക്കൾ പോലും പപ്പയുടെ കൂടെ ഇല്ലല്ലോ. 3 മക്കളല്ലേ പപ്പയ്ക്ക്. അവരെന്ത് കോൾ ചെയ്യുന്ന പോലും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ഇതുവരെ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ ഒരു ഫോൺ കോൾ പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. എപ്പോഴും വിളിക്കും, സംസാരിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി പറയാണ്, ഇതുപോലുള്ള അമിതമായ സ്നേഹപ്രകടനങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. കമ്മിറ്റ്മെന്റ്സിനോടും താല്പര്യമില്ല. അവർക്ക് പണമാണ് ആവശ്യം. ആ പണം ഞാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് അവർ അവിടെ സന്തോഷമായി ജീവിക്കുന്നു. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ഒറ്റപ്പെട്ട് ഇതുപോലെ നായ്ക്കളുടെ കൂടെ സ്നേഹത്തോടെ ജീവിക്കണം. നന്ദിയുള്ള വർഗങ്ങളാ. അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അച്ഛന് മക്കളോട് ഒരു തുള്ളി പോലും സ്നേഹമോ താല്പര്യമോ ഒന്നുമില്ലേ? എൻ്റെ ചോരയിൽ പിറന്ന മക്കളോട് എനിക്ക് സ്നേഹം ഇല്ലാതിരിക്കുമോ? പക്ഷെ ഇതുപോലെയൊന്നും ഞാൻ കാണിക്കാറില്ല. വല്ല കാലത്തും മാസത്തിൽ 1-2 അവരെ കാണും. വല്ലപ്പോഴൊന്ന് സംസാരിക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അല്ലാതെ 24 മണിക്കൂറും ഫോൺ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ സ്റ്റാൻലി പറയുമ്പം ശരി, അതൊക്കെ പപ്പയുടെ തീരുമാനം. പക്ഷെ എൻ്റെ അറിവിൽ എൻ്റെ സ്നേഹം ഇങ്ങനെയാ. എൻ്റെ അച്ഛനും എൻ്റെ സഹോദരങ്ങളും മേഡവും എല്ലാവരും ഒത്തിണങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ മനസ്സിൽ എന്നും അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്നും പറഞ്ഞുകൊണ്ട് അലീന കിടക്കാനായിട്ട് പോയി വാതിലടയ്ക്കുന്നുണ്ട്. സ്റ്റാൻലി ഒരു നിമിഷം അവിടുന്ന് ചിന്തിക്കുകയാണ്. അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. സ്വന്തം ചോരയിലഞ്ഞിട്ട് പോലും ബാലേന്ദ്രൻ അവളെ എത്ര അധികം സ്നേഹിക്കുന്നുണ്ട്. അവൾ തിരിച്ചു അതുപോലെ തന്നെ. പക്ഷെ സ്വന്തം ചോരയായിട്ട് പോലും എനിക്ക് തന്നെ മക്കളോട് ഒരു സ്നേഹവും തോന്നിയിട്ടില്ല. ഒരു വാത്സല്യവും ഒരടുപ്പവും ഒന്നും തോന്നിയിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ സ്റ്റാൻലി ആലോചിച്ചുകൊണ്ട് നിൽക്കാണ്. ഇതേ സമയം അലീന മുറിയിൽ പോയി കിടക്കുന്നുണ്ടേ. അവളുടെ ഫോണിലെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയാണ്. താനും കൃഷ്ണയും ബബിതയും രോഹിയും അതുപോലെ അച്ഛനും ഒക്കെ ചേർന്നിട്ടുള്ള കുറേ സെൽഫികളും കുറേ ഫോട്ടോസും എല്ലാം നോക്കുന്നുണ്ട്. രേവതിക്കുട്ടിയും ബാക്കി എല്ലാവരുമായിട്ട് എറണാകുളത്ത് പോയതും അവിടെ വെച്ച് അവരെല്ലാം എടുത്ത സെൽഫീസും എല്ലാം നോക്കി അവളുടെ കണ്ണീന്ന് കണ്ണീർ പൊഴിയുന്നുണ്ട് കേട്ടോ. ഒരിക്കലും താൻ ആഗ്രഹിച്ചതല്ല ഇങ്ങനൊരു ജീവിതം. പുറത്ത് കാണുന്ന ആ നായ്ക്കളുടെ അതേ അവസ്ഥയാണ് തനിക്കും.
സമയാസമയാകുമ്പം കഴിക്കാനുള്ള ഭക്ഷണം കിട്ടും. ഒരു മുറിയുണ്ട്, അവിടെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോണം. മറ്റൊന്നുമില്ല. മറ്റൊരു ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആ നായ്ക്കളുടെ കാര്യവും അതുപോലെ തന്നെയാണല്ലോ. അതേ അവസ്ഥയാണിപ്പോൾ തൻ്റേതും എന്ന് അവൾ ഓർക്കുകയാണ് കേട്ടോ. ആരോടും മിണ്ടാനൊരു അവകാശമില്ല. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. പുറത്തിറങ്ങി നോക്കിയാൽ ചുറ്റോട് ചുറ്റും റബ്ബർ കാടുകൾ മാത്രം. മറ്റൊന്നും കാണാൻ കൂടിയില്ല. എന്തിനാണ് ഈശ്വര ഈ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത്? വേണ്ടിയിരുന്നില്ല. മേഡം സത്യം അറിഞ്ഞെങ്കിൽ മേഡത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് താമസിക്കായിരുന്നു. ആ വീട്, ആ കുട്ടികള്, അച്ഛൻ, അതൊക്കെയായിരുന്നു എൻ്റെ സ്വർഗം എന്നൊക്കെ ഇങ്ങനെ അലീന ഓർത്തുകൊണ്ട് കരഞ്ഞോണ്ട് കിടക്കാണ് കേട്ടോ. ഇപ്പറേ സൈഡില് നമ്മുടെ സ്റ്റാലിൽ ഇരുന്ന് നന്നായി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ്റെപ്പനും അതുപോലെ ബൈജുവിനും ഒക്കെ നല്ല സംശയമുണ്ട് ഈ അലീന ആരാണെന്നുള്ള കാര്യത്തില്. നമ്മുടെ സ്റ്റാലിൽ കൊണ്ടുവന്ന എന്തെങ്കിലും സെറ്റപ്പ് വല്ലതും ആണോ എന്ന് ഇവർക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ബൈജുവും അതുപോലെ ആൻ്റെപ്പനും ഒക്കെ നമ്മുടെ സ്റ്റാലിയുടെ അവിടുത്തെ ജോലിക്കാരാണ് കേട്ടോ. അങ്ങനെ അലിന കിടന്ന റൂമിൻ്റെ ജനലിൻ്റെ പാളി ചെറുതായി തുറന്നിടക്കാണ്. അത് തുറന്ന് അവർ നോക്കുന്നുണ്ട് അലീനോടൊപ്പം സ്റ്റാലിൻ ഉണ്ടോ എന്ന്. അപ്പോൾ അലീന നല്ല ഉറക്കമായിരിക്കും. ഇല്ലെന്നും കണ്ട് അവർ ഡോർ അടയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ആൻ്റെപ്പൻ ബൈജുനോട് പറയുന്നുണ്ട്, സെറ്റപ്പ് ഒന്നും അല്ല, ഇന്നേ വരെ അവർ ഒരുമിച്ചൊന്നും കഴിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവൾ ആരായിരിക്കും? എന്തൊക്കെയാണേലും ഡാനിയ മോളുടെ നല്ലൊരു ചായയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാലിയുടെ ഇളയ മകൾ ഡാനിയ, അവളുടെ അതേ ചായ എന്നിങ്ങനെ അലീനയെക്കുറിച്ച് അവർ സംസാരിക്കുകയാണ്. ശരിക്കും അവർക്ക് നല്ല ഡൗട്ടാണ് ഈ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യത്തിൽ. ഇത്രയും കാലവുമില്ലാതെ ഒരു മുറി മൊത്തത്തിൽ പെയിന്റ് അടിച്ച് അത് നല്ല സെറ്റപ്പാക്കി അതിനകത്ത് ടിവിയും അതുപോലെ എല്ലാ സൗകര്യങ്ങളും, പുതിയ കട്ടില്, മേശ, സെറ്റി, അലമാരിക്ക് നിറയെ ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആ ഒരു മുറിക്കകത്ത് ഒരുക്കിയിട്ടുണ്ട്. AC-യും അങ്ങനെ എല്ലാം. പുതിയൊരു കാറ് തന്നെ അതിലേക്ക് യാത്ര പോകാനായി വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അയാൾ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. ആ പെൺകുട്ടി ആരാണെന്നാണ് കേട്ടോ ഇവരെയൊക്കെ സംശയം. ആരാണെന്നറിയാൻ വേണ്ടിയാണ് രാത്രിയിൽ ഈ ഒളിഞ്ഞോട്ട പരിപാടിയും കൂടെ അവർ കാണിച്ചു കൂട്ടിയത്. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ ബാക്കി സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.